ഇന്ന് കുറച്ച് ഫ്രഷ് അയല കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുട്ടയൊക്കെയുള്ള നല്ല ഫ്രഷ് അയല. നമുക്ക് നല്ലൊരു അടിപൊളി അയലക്കറി ഉണ്ടാക്കിയാലോ. കപ്പയ്ക്കും ചോറിൻ്റെ അകത്ത് ഒഴിച്ച് പെരട്ടി തിന്നാനും ദോശയ്ക്കൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ്. മീൻകറിക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ മൺചട്ടിയാണല്ലേ. മീൻകറി വെക്കുമ്പോൾ മൺചട്ടി തന്നെ വെക്കണം, അതാണ് ഒരു ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ മൺചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം നല്ല തനി നാടൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയുള്ളിയാണ് മീൻകറി വെക്കാൻ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇച്ചിരി ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവയില്ലെങ്കിൽ ഉലുവാപ്പൊടി ആയാലും മതി. ഇത് നല്ല മൂത്തൊരു സ്മെല്ല് വരും, അതാണ് നമ്മുടെ മീൻകറിയുടെ ഒരു പാകം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എണ്ണയ്ക്കകത്ത് മൂത്ത ഒരു സ്മെല്ലില്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ വെക്കുന്നത് പോലെ മീൻകറി വെക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ പൊടികളൊക്കെ മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയപ്പോഴത്തേക്കും ഞാൻ കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിട്ട പുളി കണ്ടിട്ട് നിങ്ങളൊന്നും പേടിക്കേണ്ട, എൻ്റെ പുളി കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ അത്രയ്ക്ക് പുളി ഇട്ടത്. പുളിയൊക്കെ വെന്തൊരു പാകമായി കുറുകി വരുമ്പോഴത്തേക്കും ആ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ പുളിയും ഉപ്പും എരിവൊക്കെ കട്ടയ്ക്ക് നിൽക്കുന്നതായിരിക്കണം മീൻകറി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ വേണ്ടേ. അപ്പോൾ അതൊക്കെ ഒന്ന് കുറുകി സെറ്റായി വന്നപ്പോഴത്തേക്കും തനി നാടൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, നല്ല കുറാന്നിരിക്കുന്ന മീൻകറി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉപ്പും പുളിയും എരിവും ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല സെറ്റായിരുന്നു കേട്ടോ. അപ്പം തേങ്ങാപ്പാലൊക്കെ നല്ല തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് അയല കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അതിലേക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് 2 നുള്ളു ഫിഷ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും രുചിയൊക്കെയാണ് കേട്ടോ. ഇതങ്ങ് അടച്ച് വെച്ചേക്കണം. പിറ്റേന്ന് വേണം നമ്മൾ ഈ കറി എടുക്കാൻ. ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനും ദോശയ്ക്കും കപ്പയ്ക്കും പറ്റിയ അടിപൊളി കറിയാണ്. അപ്പോൾ ഇങ്ങനെ കറി വെക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ.